Please enjoy. We are super excited. ഫസ്റ്റ് ടൈം ഞങ്ങളുടെ വീട്ടിൽ നാട്ടിൽ നിന്ന് ഒരു പെട്ടി വന്നു, പാഴ്സൽ ഫ്രം പപ്പ ആൻഡ് മമ്മ. ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ഗൈസ്, ഇത് 2 ആഴ്ച മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ്. അതേപോലെ ഇത് ബ്ലേഡ് ചെയ്തേക്കുന്നതിൻ്റെ മെയിൻ റീസൺ യൂട്യൂബിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒന്നും വരാതിരിക്കാനാണ്. നമുക്ക് വേറൊരു വീഡിയോയിൽ ഇതേപോലെ ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് വന്നായിരുന്നു, ഇങ്ങനെ ബാർകോഡ് കാണിച്ചപ്പോൾ. ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടേക്കുന്നത്. ഇതൊക്കെ ഓൾറെഡി പാക്ഡ് ആയതുകൊണ്ട് അധികം വേറെ പാക്കിംഗ് ഇല്ല. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ നല്ല വെൽ പാക്ഡ് ആണ്. എല്ലാം സെപ്പറേറ്റ് അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നൈസ്. തെർമോക്കോഡ് സൈഡിൽ വെച്ചേക്കണത് ഒട്ടും അനങ്ങാതിരിക്കാൻ വേണ്ടിയാണത്. So you can take one by one this way. Yeah, let's do it. 3, 2, 1, go. I can't wait to open these things. അതൊക്കെ താഴെ വെക്ക് പയ്യെ. I think that is jalebi. I don't know what it is. Slowly, take it slowly. This one looks like could be something. Why is this one so solid? പയ്യെ എടുക്കട്ടോ. I think this one's from this. I smell shakala. Slowly. I don't know what that is. I'm gonna shake everything. I think that's mixture. I'm just gonna guess. I don't think this is shakeable. I got a question. So many small packs here. I think this is Jaggery. jaggery. If it breaks, oh, I think this one's mixture. I smell more jaggery. Jaguar. What could it be that? I do not know. It smells weird. I think it's, I don't know. What is this long thing? Oh, okay, whatever. Let's open it and see. There's more. I think I know what it is, but I'm not gonna tell you. This feels soft. Probably more mixture. It sounds hard. Finally, probably the non-food thing. Oh! New. It looks nice. It looks so. I cool. don't think I can pick it up right now. You can pick up in that another way. Yeah, that's it. I can't wait to open it. Oh, it's already a bit open. Yes, pick this big fat thing up. Yo, man, why did you lift it up like that? Big fat blender. Scissor back. Got scissor here. Careful, okay? Got it. വെച്ചോ, ഇവിടെ ഈ ബോക്സിലിട്ടോ. Let's put it in the box. Oh yeah. We got the കരിപ്പട്ടിയാണ്. ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ടേസ്റ്റ്. അതാണ് ഞാൻ നാട്ടിൽ നിന്ന് മമ്മിനോട് പറഞ്ഞത്. അപ്പോൾ കരിപ്പട്ടി ഇസ് മൈ ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിപ്പട്ടിയുടെ ഫ്ലേവർ കേട്ടോ. ഇത് വാളംപുളിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതെ നല്ല വാളംപുളി. ഇവിടെ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന വാളംപുളിയൊന്നും പോരാ. മസാല കപ്പലണ്ടി ഡാഡ പറഞ്ഞിട്ടൊക്കെയാണ്, ഡാഡക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. We got the jalebi. That is Dada's and Mummy's favorite. Can you give? What is that? I don't know what that is. Yummy. ഇത് അവലോസ് പൊടിയാണ് ജസ്രേൽ. അവലോസ് പൊടി. ലഡു. Skibidi. It's like some sort of powder in here. പോയാണ് എല്ലാം പൊട്ടിക്കണത്. This is also kind of more gatia. ജസ് ബോയ് സ്നാക്സ് കഴിച്ച് ഒരു പരിവോ. This is the Yes, boy. My goodness. Give. അച്ചാറ്. Fish. Yummy. Fish. Yeah. Pink lady. Oh, I thought it's red.
told you. Just what do we think? ഓക്കെ ഉണക്കച്ചെമ്മീനാണ് ഗൈസ്. ഉണക്കച്ചെമ്മീൻ ഓൾറെഡി കുക്ക്ഡ് ആണ്. വെറുതെ എടുത്ത് കഴിച്ചാൽ മാത്രം മതി ഇനി അല്ലേ വെച്ചമ്മ? You don't have to cook it. യാ. Thank you. ആൻഡ് നമ്മുടെ മീനച്ചാറ് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി കഴിക്കണം. You യം. don't have to cook any of this. പിന്നെ ഇത് ഇവിടെ കിട്ടുന്നില്ല, എനിക്കറിയില്ല കിട്ടുന്ന ഷോപ്സ് വേറെ ഉണ്ടാന്ന്. കുറേ തപ്പിയിട്ടും കിട്ടുന്നില്ല. നമ്മുടെ കാശ്മീരി പിരിയൻ മുളകിൻ്റെ ഇതാണ്. നല്ല അടിപൊളി. നമ്മളുടെ ഗാട്ടിയ. Let's open it. യെസ്. ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടൊന്നും ടേസ്റ്റ് ഇല്ല ഗൈസ്. സോ നമ്മുടെ നാട്ടിൽ നിന്ന് പച്ചാളത്ത് നമ്മൾ വറക്കുന്ന കടയിൽ നിന്നുള്ള ഗാട്ടിയാസ്. ഇത് 1 പാക്കറ്റ്. ഇങ്ങനത്തെ കുറച്ച് പാക്കറ്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. യമ്മി. Yeah. Feeling home. Same. ഗാട്ടിയ ഈസ് വൺ ഓഫ് അവർ ഫേവറേറ്റ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഗാട്ടിയ, ബോംബെ മിക്സ്ചർ, പിന്നെ കപ്പോർത്ത്. ഇതൊക്കെ ഇഷ്ടമാണ്. എന്നാലും എല്ലാം കൂടി നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് മമ്മനോടും അപ്പുറോടും പ്രത്യേകം പറഞ്ഞത് ഗാട്ടിയും പിന്നെ ബോംബെ മിക്സ്ചർ, മസാല കപ്പലുണ്ട്. താങ്ക് യു പപ്പ മമ്മ. Thank you, Papa and Mama. എന്തൊക്കെ കഴിക്കണമെന്ന് രാവിലെ അറിയാൻ പാടുള്ള സിറ്റുവേഷൻ ആണ് ഗൈസ്. ഇന്ന് പാഴ്സൽ പൊട്ടിച്ച് അതിൻ്റെ ബാക്കി ഇരിക്കുന്നു. ഗാട്ടിയെ ഞങ്ങൾ അത്ര ആക്കി, ഞാൻ ജസ്റ്റ് പോയും കൂടി. ഇനിയുള്ളതൊക്കെ പയ്യെ പയ്യെ ഉണ്ടാ. ഇനി ചോറ് കഴിക്കാം നമുക്ക്. ചോറിന്റെ കൂടെ നമുക്ക് അച്ചാറും കൂട്ടി കഴിക്കാം. നമ്മ ഇവിടെ നിന്ന് വാങ്ങിച്ച അതേ കാട്ടിയല്ലേ അലി? ലഡു കഴിച്ചിട്ടുണ്ട്. ലഡു It smells like raw fish or something. എല്ലാം കൂടി കഴിക്കണ്ട ഒറ്റടിക്ക്. ഇനി നമുക്ക് ചോറ് കഴിച്ചിട്ട് കഴിക്കാം. ജിലേബിയും പൊട്ടിക്കാൻ പോണേ. ഇതെല്ലാം ഫ്രീസറിന്റെ അടുത്ത് വെച്ചേക്കണം എനിക്ക് വേണ്ടി. ഇത് പച്ചാളത്തെ പക്ഷേ ചിറ്റ അവിടെ നിന്ന് വാങ്ങിച്ചിടും അല്ലേ? എവിടെ നിന്നാണ്? ഓറഞ്ചിന്ന്. ഇത് പച്ചാളത്തിൽ നിന്നാണ്. കൊതിയാണ് കണ്ടിട്ട്. മതി 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 മതി. നമുക്കിനി ചോറ് കഴിക്കാം. ചോറ് ആലി വിശന്ന് വന്നേക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ടാണ്, വേറെ ഒന്നും തോന്നരുത് നിങ്ങൾക്ക്. ആരും കൊതിക്കരുത്. ഞങ്ങളുടെ ഫസ്റ്റത്തെ പാഴ്സലാണ് നാട്ടിൽ നിന്നുള്ള അല്ലേ? ഉമ്മ ഉമ്മ ഉമ്മ. അതിന്റെ പ്ലേറ്റിലൂടെ എന്താ മറിഞ്ഞു വീണേക്കണം. ഇത്തിരി പരിപ്പ് ഞാൻ മനപ്പൂർവ്വം ഉണ്ടാക്കാൻ അച്ചാറും ഉണക്ക ചെമ്മീനൊക്കെ ഉള്ളപ്പോ നമ്മ വേറെ കറികൾ ഉണ്ടാക്കി നശിപ്പിക്കാൻ പാടില്ല. ഇത്തിരി ചെമ്മീൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് Happy. POV, Dada's feelings. Happy. Oh my god. Oh my god. ഇടക്കിടക്ക് ഇതുപോലത്തെ പാഴ്സലൊക്കെ വന്നിരുന്നെങ്കിൽ. Oh my god. Wow. ഞാനും കുറച്ച് റൈസ് എടുത്തു ഗൈസ്. കുറച്ച് 1 പിടി മാത്രം. ഇതത്രയ്ക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമുക്ക് പാഴ്സൽ നാട്ടിൽ നിന്ന് വന്നേക്കുന്നത് കേട്ടോ. ആഷ്ലും ഫെല്ലും വന്നപ്പോൾ കുറച്ച് കൊടുത്തു വിട്ടായിരുന്നു. പക്ഷെ അത് കുറച്ചല്ലേ കൊടുത്തു വിടാൻ പറ്റുള്ളൂ. അവർ ഓൾറെഡി അവരുടെ സാധനങ്ങളും എല്ലാം ഉള്ളതല്ലേ. ഇതാകുമ്പോൾ ഒരു അറൗണ്ട് 18 kg ഉണ്ടായിരുന്നു. 18 kg സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് ഇത് കൊടുത്തു വിടാനുള്ള മെയിൻ റീസൺ, ഇത് നമ്മുടെ പ്രസവരക്ഷ പോലെ, പ്രസവരക്ഷ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ആഫ്റ്റർ ചൈൽഡ് ബർത്ത് കുറച്ച് കഞ്ഞിയൊക്കെ കുടിക്കൂല, ഇങ്ങനെ ആശാളി ഉലുവയൊക്കെ ഇട്ടിട്ട് കഞ്ഞി കുടിക്കുമല്ലോ. അപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കൊടുത്തുവിടാൻ വേണ്ടി ഉദ്ദേശിച്ചത് മെയിനായിട്ട്. അപ്പം അതിങ്ങനെ പറഞ്ഞു വന്ന് പിന്നെ നോക്കി വന്ന് സ്നാക്സ് വന്ന് അങ്ങനെ എല്ലാം വന്നപ്പോഴേക്കും എല്ലാം ആയിപ്പോയി. അപ്പോൾ മെയിനായിട്ട് ഇതേ സംഭവങ്ങളുണ്ട്. കാരണം ഇതിന് യൂസ് ചെയ്യുന്ന അരി ഡിഫറെൻ്റ് ആണ്. ഈ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന അരി ഡിഫറെൻ്റ് ആണ്. അതിലിടുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് കുറച്ചായിട്ട് അതിൻ്റെ ഒരു പാക്കറ്റ് വന്നിട്ടുണ്ട്. കൂടുതലും വന്നേക്കണ സ്നാക്സ് ആണ്. ജസ്റ്റ് ബോയ്ക്ക് വേണ്ടി വന്നേക്കണ പോലെയാണ് വന്നേക്കുന്നത്. കാരണം
ഇപ്പോൾ ഗാട്ടി ആണെങ്കിലും ബോംബെ മിക്സർ ആണെങ്കിലും ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ഒരു തരി ടേസ്റ്റ് വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഗാട്ടിയ വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് കഴിക്കാനേ പറ്റിയില്ല. ആൽവിനാണ് അത് കഴിച്ചത്. പിന്നെ യെസ് ഇറ്റ് ടേസ്റ്റ് ലൈക്ക് സംതിങ് എൽസ്. It tasted like raw. പിന്നെ ഈ ബോംബെ മിക്സർ വാങ്ങിച്ചു ഇവിടെ നിന്ന് അതും വേറെ എന്തോ ടേസ്റ്റ്. പിന്നെ എന്താ ജിലേബിയും ലഡു ഒക്കെ ഞങ്ങൾ അങ്ങനെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. നമ്മ ജിലേബി അല്ലേ ഇവിടെ കണ്ടിട്ടും കൂടി ഇല്ലല്ലേ ജിലേബിയാ. പക്ഷെ ആ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മുടെ ഒരു ടേസ്റ്റ് ഇല്ലല്ലോ. അപ്പൊ എന്തായാലും കൊടുത്തു വിടുന്നല്ലേ ഡാഡി. അപ്പൊ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കൊടുത്തു വിട്ടേക്കാണ്. പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഓൾറെഡി ഫ്രൈഡ് ആൻഡ് കുക്ക്ഡ് ആണ്. എല്ലാം വിട്ട് സ്പൈസ് ആക്കി ഒക്കെ അയച്ചേക്കണേണ്. ജസ്റ്റ് കഴിച്ചാൽ മാത്രം മതി. പിന്നെ നമ്മുടെ ചെമ്മീനല്ലല്ലോ എന്നിട്ടാണ് ഫിഷ് പിക്കിൾ. നമ്മുടെ മീനച്ചാറ് ഓൾമോസ്റ്റ് റെഡിയാണ്. ബട്ട് മമ്മി പറഞ്ഞ് ചിലപ്പോൾ ഒന്ന് സെറ്റാക്കേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നോക്കണം എന്തായാലും. അപ്പോൾ അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെയാണ് വിട്ടേക്കുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷം. നമുക്ക് നാട്ടിൽ നിന്ന് ജസ്ബോയ്ക്കാണ് പ്രത്യേകിച്ച് ഹാപ്പിനെസ്. ജസ്ബോയ്ക്ക് ഇനി ജിലേബി ലഡു കഴിക്കാറ്. അത് മമ്മിക്ക് വെച്ചേക്കണം കേട്ടോ. ഞാൻ വിചാരിച്ചേക്കണം അത് കുറച്ചെടുത്ത് ഫ്രീസറിലെടുത്ത് വെച്ചേക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാമല്ലോ വിചാരിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളൂ ഗൈസ്. ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. ഇത് എടുക്കണമെന്ന് തോന്നി. ഫസ്റ്റ് ടൈമാണല്ലോ ഇങ്ങനെ വന്നത്. എനിക്ക് തോന്നണം ഞങ്ങൾ നാട്ടിൽ നിന്നല്ല UAE ആയിരുന്നപ്പോഴും നമുക്ക് അങ്ങനെ നാട്ടിൽ നിന്ന് പാഴ്സൽ വന്നിട്ടില്ല. കാരണം നമ്മ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുമല്ലോ. ഫസ്റ്റ് ടൈമാണ് ഒരു പാഴ്സൽ നമുക്ക് നാട്ടിൽ നിന്ന് വന്നേക്കണം. അതിന് സന്തോഷമുണ്ട്. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ഗൈസ്. അപ്പോൾ നല്ല പാഴ്സൽ സർവീസ് ആയിരുന്നു എന്തായാലും. വി റിയലി അപ്രീഷിയേറ്റ്. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു പപ്പ മമ്മ ഫോർ എവറിത്തിങ്. Bye-bye. Bye bye.